പുത്തൂരം വീട്ടിലെ 3 സന്തതികളിൽ കടിഞ്ഞൂൽക്കാരനാണ് കണ്ണപ്പ ചേകവർ. വാമാക്ഷിയും കേശവിയും നേർപ്പെങ്ങന്മാർ. വളരെ കാലം മക്കളില്ലാതിരുന്ന അച്ഛനമ്മമാർക്ക് ആറ്റുനോറ്റിരുന്ന് കിട്ടിയവനാണ് കണ്ണപ്പൻ. ഒരുണ്ണി പിറക്കുവാൻ ദാനധർമ്മങ്ങളും പൂജാ വഴിപാടുകളും നടക്കാത്തതായി ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് പുത്തൂരൻ തറവാട്ടിൽ അങ്ങനെയായിരുന്നു സ്ഥിതി. ഒടുവിൽ നേർച്ച ഫലിച്ചു. നാഗർകാവിൽ കൊടിയേറിയ ഒരു ആയില്യനാളിൽ കണ്ണപ്പൻ പിറന്നു. കുഞ്ഞ് പിച്ചവെച്ച് തുടങ്ങിയതോടെ പുത്തൂരം വീടും പരിസരവും ഉണർന്നു. കളരിയിലെ ചുരികപ്പരിചരകളുടെ താളവും താരാട്ട് പാട്ടിനൊപ്പം കേട്ട് അവൻ വളർന്നു തുടങ്ങി. വിദ്യാരംഭത്തിനുള്ള സമയമായി. അക്ഷരം മാത്രമല്ല, ആയോധന കലയുടെ ആദ്യാക്ഷരങ്ങളുടെ മണലെഴുത്തും തുടങ്ങുവാനുള്ള സമയമാണിത്. ഒരു വിജയദശമി ദിവസം വലിയ കണ്ണപ്പൻ മകൻ കൊച്ചു കണ്ണപ്പനെയും കൈപിടിച്ച് തുളുനാട്ടിലെ തൊടുവൂർ കളരിയിലെ മൂത്ത ഗുരുക്കരുടെ അടുത്തിലേക്ക് പുറപ്പെട്ടു. കാട്ടുമൃഗങ്ങളുടെ മലയിടുക്കും കാടും കരിമ്പന കൂട്ടവും കടന്ന് അവർ തുളുനാട്ടിലെത്തി. വെറ്റിലയും ചെമ്പഴുക്ക് പാക്കും വെള്ളിപ്പണക്കിഴിയും ദക്ഷിണ വെച്ച് കണ്ണപ്പൻ ഹരിശ്രീ കുറിച്ചു. ഹരിശ്രീ ഗണപതായേ നമ. അക്ഷരങ്ങൾക്കൊപ്പം ആയുധങ്ങളുടെയും ചൂടുറപ്പിച്ച് കണ്ണപ്പന്റെ കയ്യും മേയും തെളിഞ്ഞു. അടവുകൾ 22 ഇപ്പോൾ കണ്ണപ്പന് വഴങ്ങും. 16-ാം വയസ്സിൽ തന്നെ എല്ലാം വശപ്പെടുത്തിയെടുത്തിയ ശിഷ്യനെ ഗുരുക്കൾ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ പഠനം ഭംഗിയായി പൂർത്തിയായിരിക്കുന്നു. എന്നിൽ നിന്നും നിനക്കിനി ഒന്നും തന്നെ ഗ്രഹിക്കാനില്ല. വലിയ കണ്ണപ്പൻ തൊടുവൂർ കളരിയിലെത്തി മകനെ കൊണ്ട് ഗുരുദക്ഷിണ വെപ്പിച്ചു. കസവുമുണ്ടും പുളിയിലിരിക്കര നേരിയതും 101 പൊൻപണവും കാൽക്കൽ വെച്ച് തൊഴുത കണ്ണപ്പനെ ഗുരു അനുഗ്രഹിച്ചു. ചുവട് പിഴയ്ക്കാതെ മുന്നേറുക, നന്നായി വരട്ടെ. പുത്തിരി അംഗം തൊട്ട് തോൽവി അറിയാത്ത കണ്ണപ്പ ചേകോനെ തേടി പുത്തൂരം വീട്ടിൽ പ്രമാണികളുടെ പ്രവാഹമായി. ആ അംഗ തറവാട്ടിൽ എന്നും ജയാരവങ്ങൾ മുഴങ്ങി. കൊച്ചു കണ്ണപ്പന് പെണ്ണ് കിട്ടുവാൻ പ്രായമായി. അക്കാര്യം ഒന്നുകണ്ട് കേൾക്കണം എന്ന ആമുഖത്തോടെ അമ്മ ഭർത്താവായ വലിയ കണ്ണപ്പന്റെ ശ്രദ്ധയിൽപ്പെടുത്തു. കണ്ണപ്പന്റെ പരിചയ്ക്കൊത്ത വിരിമാറിലും കണ്ണാടി കവിളിലും കൺമുനിച്ചിരിക്കേറിയുന്ന പെണ്ണുങ്ങളെ പലരെയും ആ അമ്മ കണ്ടു തുടങ്ങിയിട്ട് നാളേറെയായി. വലിയ കണ്ണപ്പ ചേകോർക്കും ഇനി കണ്ടില്ല കേട്ടില്ല മട്ടിലിരിക്കുവാൻ കഴിയില്ല. മകൻ കണ്ണപ്പന് പറ്റിയ ഒരു മികവുള്ള പെണ്ണ് ഏതു ദിക്കിലുണ്ട്. അന്വേഷണമായി. ദിവസവും കുടയും വടിയുമായി വലിയ കണ്ണപ്പൻ പടിപ്പുര കടക്കും. കരകളിലെ വീടായ വീടൊക്കെ വൈകും വരെ കയറിയിറങ്ങി മകന് പറ്റിയ പെണ്ണുണ്ടോ എന്ന് തിരക്കി മടങ്ങും. എങ്ങും മുത്തുകിട്ടിയില്ല. ഗേഹത്തിനഴകുള്ളിടത്ത് പെണ്ണിന്റെ ദേഹവടിവ് പോരാ. ദേഹവടിവുള്ള പെണ്ണിന് ഗേഹമേന്മ കമ്മി. കാതഴകുണ്ടെങ്കിൽ കഴുത്തഴകില്ല. നെറ്റിക്ക് കുറ്റം പറയുവാനില്ലെങ്കിലും കവിളിന് കനക്കുറവ്. മുടിയുള്ളവൾക്ക് തടി കൂടുതൽ, തടി കുറഞ്ഞവൾക്ക് മുടി എലിവാൽ. ചുണ്ട് ചോപ്പുണ്ടെങ്കിൽ മൂക്കിൽ കറുപ്പ്. മുഖഭംഗിയുള്ളവർക്ക് മുലമുഴുപ്പില്ല. അരിമുല്ല പല്ലുള്ളവൾക്ക് അരയിളക്കം പോരാ. ഒക്കെ സഹിക്കാം. പല്ലുന്തിയവൾക്ക് ചഴഞ്ഞ നെഞ്ചക്കൂടിയായാലോ? പോരെങ്കിൽ നിതംബം മരവി കെട്ടിത്തൂക്കിയ പോലെ. ഇങ്ങനെ അരയും തലയും മുലയും ഒത്തൊരു പെണ്ണിനെ വേണ്ടി വലിയ ചേകോർ നടന്ന് മെതിയടിഞ്ഞു. അപ്പോഴാണ് ആരോ പറഞ്ഞത്, അമ്പാടിത്തറവാട്ടിൽ മേനോൻ സ്ഥാനം ലഭിച്ച അമ്പാടി മേനോന് പൊന്മകളായി പൂക്കൈത്ത പൂവത്തൊരു പെണ്ണുണ്ട്. വലിയ കണ്ണപ്പൻ അങ്ങോട്ട് തിരിച്ചു. പുത്തൂരം വീട്ടിലെ വലിയ കണ്ണപ്പ ചേകോരെ കണ്ട് അമ്പാടി മേനോൻ ആദ്യമൊന്ന് അമ്പരന്നു. പിന്നെ വന്നാട്ടെ ചേകോരെ എന്ന് ക്ഷണിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീരാളി പട്ട് വിരിച്ച് വെറ്റിലയും വെച്ച് അമ്പാടി മേനോൻ വിനയത്തോടെ പറഞ്ഞു, മുറുക്കിയാട്ടെ. മുറുക്കുത്തുപ്പി ഓരോ വിശേഷങ്ങൾ അവർ കൈമാറി. പതുക്കെ പതുക്കെ പെൺകാര്യത്തിലേക്ക് എത്തി. വെറ്റിച്ചെല്ലത്തിടുവാൻ പുഴക്കിടയ്ക്കുമായി വന്ന ചെമ്പഴുക്ക ചുണ്ടുകാരിയെ ഇതിനകം തന്നെ വലിയ ചേകോർ കണ്ടു. തൃപ്തിപ്പെടുകയും ചെയ്തു. കൊള്ളാം, വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ. കാര്യങ്ങൾ വേഗത്തിൽ പുരോഗമിച്ചു. കണിയാനുമെത്തി. നാളും പൊരുത്തവും ഒത്തുനോക്കി. എല്ലാം ഉത്തമം. ഇതിനകം നിശ്ചയ സദ്യ വിളമ്പിക്കഴിഞ്ഞിരുന്നു. വലിയ ചേകോൻ ഊണ് കഴിഞ്ഞ് വീണ്ടും വിസ്തരിച്ചൊന്ന് മുറുക്കി. കുടയും വടിയും എടുത്ത് യാത്ര പറഞ്ഞ പടിയിറങ്ങി തിടുക്കത്തിൽ നിന്നു. മരുമകളെ കണ്ടെത്തിയ വിശേഷം വീട്ടിലെത്തി ഭാര്യയെയും വിസ്തരിച്ച് തന്നെ കേൾപ്പിക്കണം. വലിയ കണ്ണപ്പന്റെ വരവും കാത്ത് കണ്ണും നട്ടിരുന്ന ചേകോത്തി ചേകോനെ കണ്ടപാടെ ചോദിച്ചു, ഒത്തോ? ഒത്തു, ചേകോൻ പറഞ്ഞു. ഒന്നിനും കുറവില്ല. ചേകോൻ കിണ്ടി ചിരിച്ച് കാൽ കഴുകി ഉമ്മറത്ത് കയറി. ചേകോത്തി പീഠം അരികിലേക്ക് നീക്കിക്കൊണ്ട് ചോദിച്ചു, പെണ്ണെങ്ങനെ? വിസ്തരിച്ച് കേൾക്കട്ടെ. ഒക്കെ ദൈവനിശ്ചയമെന്ന് കരുതുക. കൈ മുകളിലേക്ക് ഉയർത്തി ചേകോൻ പറഞ്ഞു,
പെണ്ണിനെ വർണ്ണിക്കാൻ ഇത്തിരി പണിയുണ്ടെന്ന് കൂട്ടിക്കും. ചേകോന്റെ ചുണ്ടിൽ ഒരു ചെറുചിരി. ആ ചിരി ചേകോത്തിക്ക് സമ്മാനിച്ചുകൊണ്ട് വലിയ കണ്ണപ്പൻ വർണ്ണിച്ചു തുടങ്ങി. നിറം തനി തങ്കം, സൂര്യനുദിച്ചതുപോലെ തത്തമ്മയ്ക്കൊത്ത ചുണ്ട്, പവിട പല്ല്, മാറത്ത് മാമ്പുള്ളി, ആലില വടിവൊത്ത വയർ, കടഞ്ഞെടുത്ത കാൽവണ്ണ, പീലിച്ചുരുമുണ്ടി, എന്തിനധികം എല്ലാം നമ്മുടെ പൊന്മകനെ ചേരും വിധമൊക്കെ എന്ന് കൂട്ടിക്കും. മുകളിലേക്ക് നോക്കി ഒരു നെടുവീർപ്പോടെ വലിയ കണ്ണപ്പ ചേകോർ പറഞ്ഞു നിർത്തി. ഇനിയൊക്കെ ഈശ്വര നിശ്ചയം പോലെ. പെണ്ണിന് പേരോ? കണ്ണമ്മ. നന്നായി, പേരിനുമുണ്ടൊരു ചേർച്ച. ചേകോത്തി പറഞ്ഞു. എങ്കിലും നമ്മുടെ ഉണ്ണിക്കണ്ണപ്പൻ ഉണ്ണി ചെന്നൊന്ന് പെണ്ണ് കാണേണ്ടേ? അവളെ ഞാൻ കണ്ടിട്ടുണ്ടമ്മേ. മറുപടി പറഞ്ഞതെല്ലാം ഒളിച്ചു നിന്ന് കേട്ട കണ്ണപ്പൻ. അമ്പട കേമാ, എപ്പോൾ? വലിയ ചേകോരും ചേകോത്തിയും കണ്ണും വീഴ്ചവനെ നോക്കിയിരുന്നപ്പോൾ അവൻ പറഞ്ഞു. തൊടുവൂർ കളരിയിൽ പയറ്റു തീർത്ത് തയ്യൂർ കുളത്തിൽ കുളിക്കുവാനിറങ്ങിയവേ അവൾ കടവ് കയറി വരുന്നുണ്ടായിരുന്നു. അമ്പട വീര, അംഗവും കണ്ട് നീ താളിം ഓടിച്ചു. ഉണ്ണിക്കണ്ണപ്പന്റെ കല്യാണം ഉറച്ചു. ബന്ധുക്കൾക്ക് എഴുത്തോലകൾ കൊടുത്തുവിട്ടു. പിന്നെ ഒരടിപൊളി കല്യാണാഘോഷത്തിന് മുന്നൊരുക്കങ്ങൾ ചിട്ടയോടെ നടന്നു. പുടവ മുറി കഴിഞ്ഞു. 1001 പൊൻപണവും ആ വീതം പൊന്നു പയ്യനും, പിന്നെ പാത്രങ്ങളുടെ കൂമ്പാരവും. പയ്യൻ കിടാവ് തൊട്ട് ചന്ദനച്ചാണ വരെയുള്ളവർക്കൊക്കെ പല്ലക്കിലേറ്റി വിവാഹഘോഷയാത്ര ചെറുക്കൻ്റെ വീട്ടിലേക്ക് നീങ്ങി. തിരിയിട്ട വിളക്കും കിണ്ടിയും താലവുമായി തിരിയൊഴിഞ്ഞ് പടകേറിയ അവളെ പുത്തൂരം വീട്ടുകാർ ആഘോഷത്തോടെ സ്വീകരിച്ചു. ആദ്യ രാത്രിയുടെ പൊൻവിളക്ക് തിരിതെളിഞ്ഞു. മധുവിധുവിൻ്റെ വെറ്റിലച്ചെല്ലം അരികിലേക്ക് നീങ്ങി തന്നെ അവളുടെ ചുണ്ട് ചുവന്നു. പാലിൽ പുഴുങ്ങിയ അടയ്ക്കയും ചുണ്ണാമ്പും പുരണ്ട കിളിവാലൻ വെറ്റിലയും പുകയിലെ തണ്ടും ചതഞ്ഞറിഞ്ഞു. പുലരെ പുലരെ കോളാമ്പി നാഞ്ഞു. പൂങ്കോഴിച്ചാത്തൻ്റെ കൂവൽ കേൾക്കെ അവൾ മയങ്ങിപ്പോയ അവനെ ഉണർത്തി മാറോട് ചേർത്തു. അവൾ പറഞ്ഞു, അന്ന് തയ്യൂർ കുളക്കടവിൽ തമ്മിൽ കണ്ടില്ലായിരുന്നുവെങ്കിൽ, അച്ഛൻ എനിക്ക് വേണ്ടി നിന്നെ തന്നെ തേടി വന്നില്ലായിരുന്നുവെങ്കിൽ. അങ്ങനെ രാവുകൾ പലതും കഴിഞ്ഞു. ഓണവും വിഷുവും കഴിഞ്ഞു. ഒടുവിൽ നേർച്ചകൾക്കും വഴിപാടുകൾക്കും ബലമുണ്ടായി. ആരോമിൽ കിടാവിൻ്റെ കടിഞ്ഞൂൽ കരച്ചിലിനൊപ്പം കാവിലെ ശംഖുവിളി മുഴങ്ങി. ഒപ്പം 2 ഉപ്പനും കരഞ്ഞു.